തമിഴ്നാട്ടിലെ അതിപ്രശസ്തമായ ബ്രാൻമല, അതിസാഹസികമായി മല കയറിയിട്ടുള്ള ദർഗയിലേക്കുള്ള മനോഹരമായ മലകയറ്റം, അവിടത്തേക്കുള്ള റൂട്ടുകളും അവിടുത്തെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം പരിചയപ്പെടുത്തുന്നത്. جئت إليك ذليلا أناجي من لي غيرك ربي يسمع مني شكوى حين محل البلاء جئت إليك റസ VPR യൂട്യൂബ് ചാനലിൻ്റെ 348-ാമത്തെ എപ്പിസോഡ്. 3 മണിക്കൂർ കൊണ്ട് 7 കിലോമീറ്റർ ദൂരം നടന്നു കയറി 2400 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബ്രാൻമല ദർഗയിലേക്ക്. മലകയറ്റം ആരംഭിക്കുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇത് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിലാണ്. ഇവിടേക്ക് വരുന്നൊരു വീഡിയോ മുമ്പ് നമ്മൾ കൊറോണ സമയത്ത് നടത്തിയ ഏർവാടി യാത്രയിൽ ഇവിടെ സിയാർത്ത് ചെയ്ത വീഡിയോ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അന്ന് നമ്മൾ ഏർവാടിയിൽ നിന്ന് ഇങ്ങോട്ട് വരേണ്ട റൂട്ട് അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കതും കാണാവുന്നതാണ്. ഇതിൽ നമ്മൾ കൂടുതൽ ചരിത്രങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിലേക്കോ കടക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ഇതിലൂടെയൊക്കെയുള്ള റൂട്ടുകളും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഈ ഒരു മല നമ്മുടെ മധുരയിലെ സിക്കന്ദർ മലയേക്കാൾ 3-4 ഇരട്ടി അധികം വരും. അതിസാഹസികമായ വളരെ മനോഹരമായ വഴികളാണ് ഇവിടത്തേക്ക് കയറാനുള്ളതൊക്കെ. വളരെ പ്രയാസപ്പെട്ട് കയറേണ്ട പല സ്ഥലങ്ങളും ട്രക്കിങ്ങിനൊക്കെ വളരെ മനോഹരമായ ഒരു സ്ഥലം കൂടിയാണ് ഈ മലകയറ്റം എന്നുള്ളത്. ഞാൻ 2-3 തവണ ഇവിടെ പോയ സമയത്തും ഞങ്ങൾക്ക് മല കയറാനെടുത്ത സമയം 3 മണിക്കൂറാണ്. കുറേ സ്ഥലം ഇരുന്ന് ക്ഷീണം മാറ്റിയിട്ടൊക്കെയാണ് നമ്മൾ കയറാറുള്ളത്. വഴിയിലൊക്കെ ചില കടകളും നമുക്ക് ലഭ്യമാണ്, വെള്ളത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ. മുകളിലെത്തിയാൽ ഷെയ്ഖ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു എന്നിവർ അന്ത്യവിശ്രമം കൊള്ളുന്ന മഖ്ബറ നമുക്ക് സിയാറത്ത് ചെയ്യാം. അതുപോലെ തന്നെ മുസ്ലിം സുഹൃത്തുക്കളുടെ ആരാധനാലയങ്ങളൊക്കെ മുകൾ ഭാഗത്തുണ്ട്. ജാതി മത ഭേദമന്യേ ധാരാളം ആളുകൾ സിയാറത്തിനെത്തുന്നൊരു സിയാറത്ത് കേന്ദ്രം കൂടിയാണ്. മുകളിലെത്തിയാലും നമുക്ക് വെള്ളം, അതുപോലെ ചെറിയ ചായകളും മറ്റൊക്കെ ലഭിക്കുന്ന ചെറിയ തട്ടുകടകളും മുകളിൽ ലഭ്യമാണ്. കയറാൻ വളരെ പ്രയാസമാണ്. പ്രായമുള്ള ആളുകൾക്കൊക്കെ വലിയ പ്രയാസം നേരിടുന്ന ഒരു മല കൂടിയാണ്. കാരണം 7 കിലോമീറ്ററോളം യാത്ര നമുക്ക് മല കയറാൻ തന്നെ ഉണ്ട്. പിന്നെ വഴിയിലുള്ള കടകളൊക്കെ കൂടുതലും ഞായറാഴ്ചകളിലാണ് കൂടുതലായിട്ട് ഓപ്പൺ ആകുന്നത്. അത് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞായറാഴ്ചകളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരുന്നത് എന്നാണ്. മറ്റുള്ള ദിവസം എത്ര കട തുറക്കുന്നു കൃത്യമായിട്ട് അറിവില്ല. ഏകദേശം ഞായറാഴ്ച എല്ലാ കടകളും വഴിയിൽ ഓപ്പൺ ആയിരിക്കും. ഏതായാലും നമ്മൾ താഴെ നിന്ന് വരുമ്പോൾ തന്നെ ഒരു കുപ്പി വെള്ളമെങ്കിൽ നമ്മുടെ കയ്യിൽ കരുതിയാൽ കൂടുതൽ വില കൊടുക്കാതെ നമുക്ക് ആ വെള്ളം ഉപയോഗിക്കാൻ കഴിയും. ഇനി ഇവിടേക്കുള്ള റൂട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മൾ വരികയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ അമൃത എക്സ്പ്രസ് എറണാകുളം, തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് എറണാകുളം പാലക്കാട് വഴി വരുന്ന പഴയ അമൃത എക്സ്പ്രസ്സിലും, അതുപോലെ തന്നെ പുതിയതായി വന്ന മാംഗ്ലൂരു തിരുനാൽവേലി എക്സ്പ്രസ്, രാമേശ്വരം എക്സ്പ്രസ്, ഇതിനൊക്കെ വന്നാൽ നമുക്ക് ഡിണ്ടിക്കൽ ഇറങ്ങാൻ കഴിയും. ഡിണ്ടിക്കലിൽ നിന്ന് നമ്മൾ ബസ്സിനാണ് ഇങ്ങോട്ട് വരേണ്ടത്. ബസ്സിന് ഡിണ്ടിക്കലിൽ നിന്ന് ഡയറക്റ്റ് ബ്രാൻമലയിലേക്ക് ബസ്സുകൾ വളരെ കുറഞ്ഞ സമയത്തുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതലും ബസ് കിട്ടാൻ ഡിണ്ടിക്കൽ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് നേരെ സിംഗപ്പുണരി ബസ് കിട്ടും. ധാരാളം സിംഗപ്പുണരി ബസ് ഉണ്ടാകും. സിംഗപ്പുണരി വന്നാൽ ബ്രാൻമലയിലേക്ക് ഒരുപാട് ബസ്സുകൾ കിട്ടും. അത് നമ്മൾ മധുരയിൽ നിന്നാണെങ്കിലും ഇതേ രീതിയിൽ തന്നെയാണ് വരേണ്ടത്. നമ്മൾ ഏർവാടിയിൽ നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ മധുര എത്തിക്കഴിഞ്ഞാൽ സിംഗപ്പുണരിയിലേക്ക് ബസ്സുണ്ട്. സിംഗപ്പുണരിയിൽ നിന്ന് നേരെ ബ്രാൻമലയിലേക്കുണ്ട്. 2 സ്ഥലത്തു നിന്നും, മധുരയിൽ നിന്നാണെങ്കിലും ഡിണ്ടിക്കലിൽ നിന്നാണെങ്കിലും ഡയറക്റ്റ് ബസ് വളരെ കുറഞ്ഞ സമയത്ത് മാത്രമേ ഉള്ളൂ. ബ്രാൻമല ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അല്പം നടക്കാൻ മാത്രമേ ഉള്ളൂ മലയുടെ അടിവാരത്തേക്ക്. മലയുടെ അടിവാരം എത്തുന്നതിന് മുമ്പ് പള്ളിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പിന്നെ അധിക ദിവസവും ഉച്ച സമയത്ത് ഭക്ഷണവും കിട്ടാറുണ്ട്. ചില സമയത്ത് നമുക്ക് മുകളിലും ഭക്ഷണം കിട്ടും. ഞങ്ങളൊരു തവണ പോയ സമയത്ത് നേർച്ചയാക്കി വിളമ്പി കൊടുക്കുന്ന ഭക്ഷണം ഉണ്ടായിരുന്നു. ഞങ്ങളത് കഴിച്ചിട്ടാണ് അന്ന് അവിടെ നിന്ന് പിരിഞ്ഞത്.